ഇന്ന് നമുക്ക് കുറച്ച് കോട്ടൺ ഫാബ്രിക്സ് കണ്ട് നോക്കാം. കോഡ് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഫാബ്രിക്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. സ്ട്രൈപ്സ്ഡ് ആയിട്ട് വരുന്നതാണ്. ഒരു കാന്താ സ്റ്റിച്ച് പോലെ, കാന്താ സ്റ്റിച്ച് അല്ല പക്ഷെ കണ്ടാൽ ഒരു കാന്താ സ്റ്റിച്ച് പോലെ വരുന്ന കോട്ടൺ ഫാബ്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും മോൺസ് വാർഡ്രോബിലേക്ക് സ്വാഗതം. ഇത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിലൊരു വൈറ്റ് കളറിലുള്ള ത്രെഡ് കൊണ്ടാണ് കേട്ടോ ഈ സ്ട്രൈപ്സ് പാറ്റേൺ പോയിരിക്കുന്നത്. 60 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക് ആണ്. നമുക്ക് ടോപ്പും ബോട്ടം, അതായത് സെറ്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ നല്ല ഫാബ്രിക് ആണ്. അതുപോലെ അധികം ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ലൈനിങ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമേ. ഇത് കണ്ടോ, ഇതുപോലെ അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. ഇഷ്ടമുള്ളവർക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ. ഇതൊരു ഗ്രേ ഷെയ്ഡിലുള്ള ഫാബ്രിക് ആണ്. ഇതിലും വൈറ്റ് ലൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. 60 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഫാബ്രിക്കും വരുന്നത്. ഇതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്ത ഒരു കോളർ പാറ്റേൺ ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോഡ് സെറ്റ് നമുക്ക് ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. ഇതൊരു മെറൂണും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിലും ഇതുപോലെയുള്ള ആ വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വരുന്നത്. വൈറ്റ് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു കാന്താ സ്റ്റിച്ച് പോലെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതും 60 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക് ആണ്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക് ആണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിലും അതേ ആ വൈറ്റ് കളറിലുള്ള ലൈൻസ് ആണ് വരുന്നത്. ഇതും വിഡ്ത്ത് കൂടുതലുള്ള ഫാബ്രിക്സ് ആണ്. നിങ്ങൾ ഈ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരല്പം ലൂസ് ഇട്ട് ചെയ്യണം. കാരണം ഇത് നല്ല കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ടൊരു ഷ്രിങ്കേജ് ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്തതാണ്. സ്റ്റിച്ച് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ഷ്രിങ്കേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ ഫാബ്രിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. COD ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്